ഹായ് ഗൈസ്, ഡേ 11 നമുക്ക് ലെഗ് ഡേ ആണ്. സോ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ പുഴുങ്ങിയ ഫുഡ് മാത്രം കഴിക്കുക, 1/2 കിലോ ചിക്കൻ കഴിക്കുക, അങ്ങനെയൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബേസിക് റൂൾസ് പറഞ്ഞുതരാം. നിങ്ങളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം, അതുപോലെ തന്നെ ഒരു നല്ല ഗുഡ് ഫിസിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. സോ ഫസ്റ്റ് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. ഇപ്പോഴും കുറേ പേരുണ്ട് പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നൊക്കെ പറയണേ. അങ്ങനെയൊന്നുമല്ല. WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യണേ 1 gram per body weight ആണ്. അതായത് നിങ്ങൾക്കൊരു 80 kg വെയിറ്റ് ഉണ്ടെങ്കിൽ മിനിമം 80 grams പ്രോട്ടീൻ എടുത്തിരിക്കണം. നിങ്ങളിത് മെഷർ ചെയ്തൊന്നും കഴിക്കൊന്നും വേണ്ട. ഓരോ മീലിൻ്റെ ഒപ്പം ആ പോർഷൻ്റെ ഒരു 35 to 40% പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡ് മാത്രം കഴിക്കുക. ഫോർ എക്സാമ്പിൾ ചിക്കൻ, ഫിഷ്, എഗ്സ്. ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ പനീർ, സോയ ചങ്ക്സ്. ഇതിൽ എഗ്സ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് പ്രോട്ടീൻ. ഒരു എഗ്ഗിന് 7 rupees ഉള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ 7.5 grams പ്രോട്ടീൻ കിട്ടും. ഞാൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് ടൈമിൽ ഡെയിലി 10 eggs വെച്ച് കഴിക്കുമായിരുന്നു. ബിക്കോസ് ആ ടൈമിൽ നമുക്ക് വേറെ പ്രോട്ടീൻ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കില്ലായിരുന്നു. കാരണം നമുക്ക് അതിനുള്ള ഫണ്ടില്ലായിരുന്നു. ഇനിയും വേറെ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. നിങ്ങൾ അതിലേക്ക് കിടന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ജസ്റ്റ് പ്രോട്ടീൻ മാത്രം ഫോക്കസ് ചെയ്യുക. ഡെയിലി ഒരു 30 minutes എക്സസൈസ് ചെയ്യുക, മിനിമം 6 to 7 hours ഉറങ്ങുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ഫിസിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അവസാനമായിട്ട് ഓർക്കുക, ഇതിന് ടൈം എടുക്കും, ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഇത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ.